നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡ്രീം ട്രിപ്പ് ആയിരിക്കും അല്ലേ? ഈ ഫേസ് കാണുമ്പോൾ എല്ലാവരുടെ മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ്, പ്രത്യേകിച്ച് ആന്റിയുടെ മുഖത്ത് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോൾ എത്തിച്ചേർന്ന എല്ലാവരോടും പോണോട് ഭാഗത്തു നിന്നുള്ള ഒരു വെൽക്കം ഞാൻ ചെയ്യുകയാണ്. അപ്പൊ ആദ്യം തന്നെ എൻ്റെ ഒരു പേര് നിങ്ങൾക്ക് അറിയാൻ ആയിട്ട് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ RJ അക്ഷരയാണ്, റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത് അല്ലേ? ഒരു ഫാമിലി ആയിട്ട് ഇനിയുള്ള ഒരു 3-4 ഡേയ്സ് എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ടുള്ള ഫുൾ പരിപാടിയിൽ റെഡി ആയിരിക്കാണ്. സോ യെസ്, അപ്പം ആദ്യം തന്നെ ഇപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ പോലെ പരസ്പരം അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇപ്പൊ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല കമ്പനി ആയിട്ട് പരിചയമുള്ള ആൾക്കാരുടെ അടുത്താണോ ഇരിക്കുന്നതെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ക്ലാസ്സിൽ പോയാലും എന്ത് പരിപാടിക്ക് പോയാലും നമ്മുടെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നമുക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ അടുത്തുണ്ടെങ്കിൽ ഒരു സമാധാനം അല്ലേ? അപ്പൊ എന്തായാലും ഒരു ഒന്ന് ഷഫിൾ ചെയ്തിട്ടിരിക്കാം. എന്നിട്ട് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെട്ട് ഇപ്പൊ എല്ലാവരും നെഞ്ച മുഖത്ത് നോക്കിയിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒന്ന് പരിചയപ്പെട്ടെന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. സോ ഒരു 1, 2, 3 നമ്പർ ഒന്ന് കൗണ്ട് ചെയ്യോ? നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന് കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കാണ് പേര് പിടിക്കാൻ പറ്റാന്ന് വെച്ചാൽ പേര് പിടിച്ച് പേരായിട്ട് പോയിരുന്നോളൂ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 6 പേരുണ്ടല്ലോ. അപ്പൊ ഈ 6 പേരില് 2 പേര് 2 പേരായിട്ട് നമുക്കൊരു കോമ്പിനേഷൻ ആണ്. മുഖത്തിനാണ് പോക്കി എനിക്ക് ചേട്ടനെ മതി സെറ്റായിട്ട് പേരായിട്ട് പോവാം. അങ്ങനെ തോന്നുന്നു എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷം. ഒരു നേരത്തേക്ക് ഞാൻ ഹസ്ബൻഡിനെ എടുക്കാം. അത് നമുക്ക് മാറ്റാം. അത് ഇനിയിപ്പോ ചേട്ടനെ അറിയാൻ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ ഒരു ബോണ്ട് ഫാമിലിയാണ്. അപ്പൊ എന്നാലും നിങ്ങൾ കൈ പോയി പിടിച്ചോ. ഭാര്യയുടെ കൈയ്യല്ലാണ്ട് വേറെ ഒച്ച കൈ പിടിക്കില്ല എന്നാണ് പറയുന്നത്. കൈ പിടിക്കാൻ ദൂരത്തേക്ക് വേണ്ട. നിങ്ങൾ സ്ഥലവും ഏകദേശം അടുത്താണോ? കണ്ണൂരാണ്. ഓക്കെ. അപ്പൊ ഏകദേശം അടുത്ത് വരുന്ന ആൾക്കാരാണ്. മലപ്പുറം, റാന്നി. അല്ലേ? മലപ്പുറം, കൊല്ലം. അപ്പൊ ഇവര് സെറ്റാക്കി അല്ലേ? അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ 2 പേരായിട്ട് പോയി 2 അടുത്തുള്ള സീറ്റുകളിൽ പോയിരിക്കണം. ഇനി അടുത്ത നമ്പർ 2 എവിടെയാണ് സ്ഥലം, ആളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സംസാരിച്ച് റെഡിയായിക്കോളൂ. ഞാൻ ഓപ്പോസിറ്റ് ഉള്ള ആളെ കുറിച്ചായിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി സെറ്റാണ്. എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ. നിങ്ങൾ ഓൾറെഡി സെറ്റാണ്, റെഡിയാണ്. അപ്പൊ ഒന്ന് സംസാരിച്ച് പരസ്പരത്ത് ഒന്ന് സംസാരിച്ച് നിങ്ങൾ കേട്ടായിരുന്നു. കീർത്തി. ആന്റിയുടെ പേര് ഗിരിജ. കാലടിയിലാണ്. നമുക്കറിയാം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. ഞാൻ എന്തായാലും അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പേരായിട്ടൊന്ന് നിങ്ങളൊന്ന് പേരായി 2, 4, 6 പേരാണ്. നമുക്ക് ഇവിടെ ഒരു പേരാക്കാം അല്ലെ? റെഡി അല്ലേ? അപ്പൊ ഇനി കാറായിട്ടാണ് പേരാണ്. ആരായാലും കുഴപ്പമില്ല, എന്നാലും ഞാനങ്ങ് എടുത്തു. ഓക്കെ, അശ്വിൻ അങ്ങനെ എടുത്തോട്ടെ. അപ്പൊ നിങ്ങൾ 2 പേരും ഓൾറെഡി മലപ്പുറത്തുനിന്ന് സെറ്റാണ്. അപ്പൊ പേരായിട്ട് ഇരുന്ന് ഒരു 2 മിനിറ്റ് ഞാൻ ഒന്ന് പേരാക്കുന്നവരൊന്ന് സംസാരിച്ച് നമ്മുടെ പാർട്ട്ണർ, ഇപ്പൊ നിങ്ങളാണ് കേട്ടോ പേഴ്സ്, നിങ്ങളാണ് പേഴ്സ്, പരസ്പരം എന്തൊക്കെയാണെന്നുള്ളത് സംസാരിച്ച് ഒന്ന് സെറ്റ് ആവാം. അപ്പൊ നമ്പർ 3 സ്ഥലം എന്താണ്? കണ്ണൂര്. അഞ്ച് പത്തനംതിട്ടയാണ്. ഓക്കെ. അപ്പൊ ഒരൊറ്റ വിളിക്കാതെ എന്തായാലും 5 ഭയങ്കര കൂളാണ് കേട്ടോ. വന്നപ്പോ തൊട്ടേ 5 ഭയങ്കര എൻജോയ് ആയിട്ട് ഈ ട്രിപ്പിന് പോകാൻ ഇങ്ങനെ ഭയങ്കര വൈബായിട്ടിരിക്കുകയാണ്. അപ്പൊ പറ്റിയ കൂട്ടന്നെയാണ്. അപ്പൊ നിങ്ങൾ റെഡിയല്ല? അപ്പൊ നിങ്ങൾ പോയിട്ട് പരസ്പരം ഒന്ന് സംസാരിച്ച് ഒന്ന് സെറ്റ് ആയിക്കോളൂ. അങ്ങനെ എവിടെയാണ്? മണ്ണാർക്കാട്, മലപ്പുറം, പെരിന്തൽമണ്ണ. അപ്പൊ നിങ്ങൾക്ക് ആർക്കാണ് പേരാണ്ടത്? ആദ്യം തന്നെ ഷേപ്പ് തന്നു. അപ്പൊ പോയിരുന്നത് ഇരുന്നൂറ് പരസ്പരം പേടി. ഇനിയിപ്പോ പാട്ട് വേണമെങ്കിൽ ഇവിടെ തള്ള ആൾക്കാരൊക്കെ പോയാലോ. എന്തായാലും പാട്ട് വേണ്ട, ഞാൻ വേറൊരു ടങ് ട്വിസ്റ്റർ വരാം. അത് ഉഷസ്സിൽ ഉഷാറോടെ ഉണരണം. ഉഷസ്സിൽ ഉഷാറോടെ ഉണരണം. ഉണരണം. ഞാൻ റെഡിയല്ലേ? നിങ്ങൾ കേട്ടില്ല? എല്ലാവരും കേട്ടില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇക്കേക്ക് മൈക്ക് കൈമാറാണ് കേട്ടോ. മൈക്ക് ഇങ്ങനെ പിടിച്ചടുത്ത് പിടിച്ച് 5 പ്രാവശ്യം സ്പീഡ് നമ്മൾ പറഞ്ഞു.
ഉസ ഉസസിൽ ഉസാറോടെ ഉടകണം. ഉസ ഉസസിൽ ഉസാറോടെ ഉടകണം. ഉസ ഉസസിൽ ഉസാറോടെ ഉടകണം. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് പറഞ്ഞല്ലോ ആള്. അപ്പൊ ഇനി അടുത്തത് പേര് മണി. തിരിച്ചെന്തോ കിട്ടുന്ന പോലൊരു ഫീൽ ഉണ്ട്. തോന്നി അങ്ങനെ. അതിലെനിക്ക് ടങ് ട്വിസ്റ്റർ. പേര് മണി, പണി മണ്ണുമണി. മണ്ണുമണി. പേര് മണി, പണി മണ്ണുമണി. പേര് മണി, പണി മണ്ണുമണി. പേര് മണി, പേര് മണി പണി മണ്ണുമണി. 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 ബാക്കി രണ്ട് സുന്ദരികൾ പരസ്പരം സംസാരിച്ചിരുന്നോ? രണ്ടുപേരും കൊണ്ടുപോകും. സംസാരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 5 പേരുടെ പേരെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ പേരൊക്കെ ഇപ്പൊ തന്നെ കൈനി ആൾക്കാർ വരാനുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യയുടെ പേരെന്താണ്? ഇനി ആദ്യനെ കുറിച്ചൊരു 3 കാര്യങ്ങൾ. എന്താണ് ആദ്യം സംസാരിച്ചത് ഫീൽ ചെയ്ത 3 കാര്യങ്ങൾ? ഇനി ആളെ കുറിച്ച് എന്താണ്, ആളുടെ പേരും പിന്നെ ആളെ കുറിച്ച് എന്താണ് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയത് എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്തു. അപ്പോ നിങ്ങൾ റെഡിയാണോ? എന്ത് ടാസ്ക് ഇവർക്ക് എന്ത് ടാസ്ക് കൊടുക്കണ്ടേ? ഇവർക്ക് എന്ത് ടാസ്ക് കൊടുക്കണം? എന്താ അത് നമ്മൾ സേഫ് ആയിട്ട് തിരിച്ചെത്തിക്കുന്ന നമ്മുടെ കോൺവോ ടീം ഇവിടെ റെഡിയാണ്. ആൻഡ് നമുക്ക് തോന്നുന്ന ഒരാളും കൂടി വന്നിട്ടുണ്ട് അല്ലെ. പേര് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് എന്തൊരു പാട്ട് നിങ്ങൾ പാടുന്ന ആൾക്കാരാണോ? ആന്റി ഒരു പാടാൻ്റെ പാട്ട് പാടില്ല. കീർത്തി ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ ടങ് ട്വിസ്റ്റർ ഒക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോ ടങ് ട്വിസ്റ്ററിനോട് ഇത്ര ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഒരു ടങ് ട്വിസ്റ്റർ ഞാൻ തരാണ്. 2 പേർക്കും സെപ്പറേറ്റ് ആണ് കേട്ടോ വരണേ. റെഡി അല്ലേ? ഞാൻ ആദ്യം ഇത് വായിച്ചു പഠിക്കണം. അതാണ് ഞാൻ കുറെ ടങ് ട്വിസ്റ്റർ കൊണ്ടാലേ ഞാൻ ആദ്യം വിചാരിച്ചത് വരുന്ന സമയത്ത് ഈ ടങ് ട്വിസ്റ്റർ ഒക്കെ പറയുമ്പോ ഇച്ചിരി മടി ഉണ്ടാവുമല്ലോ പറയാനായിട്ട് എന്നാണ്. പക്ഷെ എന്റെ പ്രതീക്ഷകളൊക്കെ തിരിച്ചു. ഇതിന് ശേഷം ഇനി ടങ് ട്വിസ്റ്റർ ഇല്ലാതെ ഇനി അടുത്ത പരിപാടി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ടങ് ട്വിസ്റ്റർ ആദ്യം നമുക്ക് കീർത്തിക്ക് കൊടുക്കാം അല്ലെ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. കുന്ന് വണ്ടി കയറി. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഒരു തെളിച്ചുണ്ട്. ഓക്കെ, വണ്ടി കൊന്നു കയറി കൊന്നു വണ്ടി കയറി. പാർട്ണറായിട്ടുള്ള സ്നേഹം ഇപ്പൊ പുറത്തിറങ്ങരുത്. ഇതൊരു ടാസ്ക് ആയിട്ട് കണ്ട് പറയാം. എനിക്ക് തോന്നുന്നു അങ്കിളിന് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഞാൻ ഈ പേര് പറഞ്ഞ സമയത്ത് അങ്കിൾ ഭയങ്കര എന്താണ് അടിപൊളിയായിക്കോട്ടെ ഞാൻ പറയാന്നുള്ളൊരു ഫീലിംഗ്. ആക്ഷനിൽ പറയാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ പറ്റാത്ത സ്റ്റേജ് വരുമ്പോ ഒരു ക്ലൂ കൊടുക്കാൻ നമുക്ക് വരും. ഓക്കെ, അപ്പൊ അതുവരൊന്നും പറയരുത്. റെഡി അല്ലേ? നിങ്ങൾ ആൾക്കാർ ഞാൻ ചെറിയ അളവുകളൊക്കെ തന്നതാണോ? അല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിപ്പിച്ചേ. ഓക്കെ, അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. ആദില് പിന്നെ കീർത്തി പിന്നെ സലാം ഷെഫി നല്ലൊരു കൈയിടണ്ടേ? 5 പേരുടെ പേര് നമുക്ക് ഒട്ടും പരിചയമില്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? പരിചയം പരസ്പരം ഹസ്ബൻഡും വൈഫും പേരല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സ് നല്ല പരിചയമുള്ള ആൾക്കാരാന്ന് തോന്നുന്നു അല്ലെ. നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. അതെ, അപ്പൊ നല്ലൊരു എനിക്ക് തോന്നി ടീം നല്ല എനർജിയാണ്. അപ്പൊ നല്ല കൈയ്യിൽ കൊടുത്തൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് പാടല്ലേ? നമ്മള് പാടല്ലേ? അതൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു എനർജി ഇങ്ങനെ കുറച്ചുകൂടി കിട്ടണത്. അതെ. ഓക്കെ, അപ്പൊ റെഡി 1 2 3 ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മോഹൻ.
birthday to you.